19/8/2020 ഇറക്കിയിട്ടുള്ള അമെൻമെന്റ് പ്രകാരം റൂൾ 90യുടെ ലിമിറ്റ് കേരളത്തിന് 30,80,000 രൂപയായിരുന്നു. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് സഖാവ് പിണറായി വിജയന്റെ തന്നെ തുടങ്ങാം. യെസ്, മുഖ്യമന്ത്രി കാണാനില്ല. അപ്പൊ ധർമ്മടത്ത് പുള്ളിയുടെ കണക്ക് കാണാനില്ലേ? അപ്പൊ ധർമ്മടത്ത് എന്താ? ധർമ്മടത്ത് കണക്കുണ്ട്. ആ, അഴീക്കോട്. അപ്പൊ അഴീക്കോടോ? അഴീക്കോട് അഴീക്കോട് തന്നെയാണ്. അടിപൊളി. ഇലക്ഷൻ കമ്മീഷന്റെ ഒരു തമാശ. അപ്പൊ കോട്ടയം ജില്ല നോക്കി. കോട്ടയം ജില്ല 404 എറർ എന്നാണല്ലോ കാണിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്. എറണാകുളം നോക്കൂ. എറണാകുളം ഉണ്ട്. ഒരിടത്തെങ്കിലും ഉണ്ടല്ലോ. ഇനി കണക്കുള്ള എറണാകുളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബഹുരസമാണ്. UDF TJ വിനോദ് മുടക്കിയത് 23 ലക്ഷം രൂപ, കിട്ടിയത് 46,000 വോട്ട്. LDF സ്വതന്ത്രൻ ഷാജി ജോർജ് പ്രണത മുടക്കിയത് 20 ലക്ഷം, കിട്ടിയത് 35,000 വോട്ട്. BJPയുടെ പത്മജ മേനോൻ മുടക്കിയത് 15 ലക്ഷം, കിട്ടിയത് 16,000. 2020 ലെസ്ലി പള്ളത്ത് മുടക്കിയത് 12 ലക്ഷം, കിട്ടിയ വോട്ട് 10,000. അപ്പൊ വോട്ടൊന്നിന് കോൺഗ്രസ് 50 രൂപയും LDF 55 രൂപയും BJP 92 രൂപയും 2020 116 രൂപയും മുടക്കി. ഈ കണക്കിന് ഒരു പരിപാടി നടക്കില്ല എന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും അറിയാം. ഈ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ ഒരു സ്ഥലക്കച്ചവടം നടത്തുമ്പോൾ ലാൻഡ് വാല്യൂ കറക്റ്റ് ആയിട്ട് ആധാരത്തിൽ കാണിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ കാണിക്കാത്ത ഇവർക്ക് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടികളെ കുറ്റം പറയാൻ കഴിയുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ കറക്റ്റ് ആയിട്ട് അങ്ങ് കണക്ക് കാണിച്ചെന്നിരിക്കട്ടെ, എന്താ അതിന്റെ കോൺസിക്വൻസ്? പൊളിറ്റിക്കൽ പാർട്ടീസ് കറക്റ്റ് കണക്ക് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ലിമിറ്റിന് മുകളിലേക്ക് അവരുടെ പൈസ ചെലവായി എന്നുള്ള സത്യം ബോധിപ്പിച്ചാൽ റൂൾ 90 പ്രകാരം അവർ കണക്ക് എക്സീഡ് ചെയ്തു എന്ന് വരും. എന്ന് പറയുമ്പോൾ സെക്ഷൻ 77(3) റെഡ് വിത്ത് സെക്ഷൻ 123 സബ് ക്ലോസ് 6 ഓഫ് RP ആക്ട് എന്ന് ഉള്ള സെക്ഷൻസ് പ്രകാരം ഇത് കറക്റ്റ് പ്രാക്ടീസ് ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ റൂൾ 86 to 89 ഓഫ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 അത് പ്രകാരം സെക്ഷൻ 10A ഉള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഒരു കാൻഡിഡേറ്റിന് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ അയാൾക്ക് അടുത്ത 3 വർഷത്തേക്ക് മെമ്പറായിട്ട് മത്സരിക്കാൻ പറ്റില്ല, അസംബ്ലിയിലേക്കോ പാർലമെന്റിലേക്കോ. ഇതാണ് ആകെ ഉള്ള കോൺസിക്വൻസ്. ആ പറയുന്ന കോൺസിക്വൻസ് അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ഇലക്ഷനിൽ ഡിസ്ക്വാളിഫൈ ചെയ്ത 45 പേരുണ്ട്. 45 പേര് കാണും മാഡം. ഇവര് സത്യത്തിൽ ഏത് സ്ഥാനാർത്ഥികളാണ്? 45 പേരെന്ന് പറഞ്ഞാൽ അവര് കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികള്. കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികളെ അല്ലാതെ വേറെ ആരെങ്കിലും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ? ഒന്ന് മാറി നോക്കട്ടെ. അടിപൊളി. അതായത് ഒരു BSP, ഒരു DSP, ഒരു ശിവസേന, ഒരു ഹിന്ദു മഹാസഭ, ബാക്കി 41 സ്വതന്ത്രര്. അടിപൊളി. ഞങ്ങളുടെ മുഖ്യധാര പാർട്ടികൾക്ക് അങ്ങനെ കണക്കൊന്നും തെറ്റാറില്ല. തെറ്റില്ല, നിങ്ങൾക്ക് കണക്ക് തരില്ല, നിങ്ങളെല്ലാ കണക്കും ഒപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ. അങ്ങനെ നിങ്ങളെ ആരും ഡിസ്ക്വാളിഫൈ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ താത്വികമായ അവലോകനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂള് വേറെ, റിയാലിറ്റി വേറെ. ഈ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊന്നുമില്ല. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടത് ഒരു ഉത്സവമാണ്, ഒരു ഇലക്ഷൻ മഹാമഹം. അത് നടത്തണമെങ്കിൽ ചൊളയാക്കണം. ഈ റൂള് പറയുന്ന പൈസയ്ക്കൊന്നും കാര്യം നടക്കത്തില്ല. റൂള് വേറെ, റിയാലിറ്റി വേറെ, ഉത്സവം വേണം, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ വോട്ട് കുത്തുമ്പോൾ മുമ്പ് നിന്നൊരു MLA ആണെങ്കിൽ അയാൾ പെർഫോം ചെയ്തോ, അല്ല പുതുതായിട്ട് നിൽക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ MLAയുടെ പണി വൃത്തിക്കെടുക്കാൻ പറ്റുന്ന ഒരാളാണോ എന്നൊന്ന് നോക്കിയിട്ടെങ്കിലും വോട്ട് കുത്തിക്കൂടെ? നാട്ടുകാർക്ക് 100 കൂട്ടം പണിയുണ്ട്. മീഡിയ പ്രൊജക്ട് ചെയ്യുന്ന ഇമേജ് അനുസരിച്ച് ജഡ്ജ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. മീഡിയ പ്രൊജക്ഷൻ എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കാൻ ഉപയോഗിക്കാം. ആ ഫോൺ എടുത്ത് ഇന്റർനെറ്റ് വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളവരുടെ പെർഫോമൻസ് ഒക്കെ കാണാം. പിന്നെ പുതുതായിട്ടൊരാൾ അയാൾക്ക് ഈ പറയുന്ന പണിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയണമെങ്കിൽ MLA എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി.
ക്ലിയർ ആയില്ല, ഒന്ന് ഈസി ആക്കുവോ?